മടങ്ങി പോവുക. പലക്ഷണാന്തരം മടങ്ങുക. ഒരു കാര്യം അംഗീകരിക്കുക, പിന്നെ വീണ്ടും മടങ്ങി പോവുക. അംഗീകരിച്ചതിന് ശേഷം മടങ്ങി പോകുക, വിശ്വസിച്ചതിന് ശേഷം മടങ്ങി പോകുക. ഇതാണ് ഇർത്തിദാദ്. നമ്മൾ ആദ്യം പറഞ്ഞത് ശിർക്കാണ്, പങ്കു ചേർക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അനുസരിച്ചും ഏത് സംഘടനക്കാരെടുത്ത് വന്നാലും ശരി, ശിർക്കിന്റെ ഡെഫിനിഷൻ അള്ളാഹുവിന്റെ ദാത്തിലോ സിഫാത്തിലോ അഫ്ആലിലോ അസ്മായിലോ സൃഷ്ടികളെ പങ്കു ചേർക്കുക. അള്ളാഹു അല്ലാത്ത മറ്റു വല്ല വസ്തുക്കളെയോ മറ്റു വല്ലവരെയോ പങ്കു ചേർക്കുക. ഏതിൽ പങ്കു ചേർക്കണം? അള്ളാഹുവിന്റെ ദാത്തിലോ അവന്റെ സിഫാത്തിലോ അവന്റെ അഫ്ആലിലോ അവന്റെ അസ്മായിലോ. അള്ളാഹുവിന്റെ ദാത്ത്, അതായത് അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഈ എങ്ങോട്ടാണ് മടങ്ങുന്നത്? അതാണ് അള്ളാഹുവിന്റെ ദാത്ത്. ഉദാഹരണമായി ഷറഫുദ്ദീൻ, ഇത് എന്റെ ഒരു പേരാണ്. ആ ഷറഫുദ്ദീൻ എന്ന നാമം എന്നിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ ഇത് എന്റെ ദാത്ത അല്ലെ? നിങ്ങളുടെ ഭാഷയിൽ ഉസ്താദ്, ആ വിശേഷണം എന്നിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ ഇത് എന്റെ ദാത്ത. എന്റെ ഷെയ്ഖിനെ സംബന്ധിച്ചോളം ഷെയ്ഖിന്റെ വീക്ഷണത്തിൽ ഞാൻ അവിടുത്തെ ഗുലാം, അവിടുത്തെ വടുകൻ. അപ്പൊ ആ വടുകൻ എന്നുള്ള വിശേഷണം, അവിടുത്തെ ശിഷ്യൻ എന്നുള്ള വിശേഷണം എന്നിലേക്ക് മടങ്ങും. അപ്പൊ ഇത് എന്റേതാണ്. അള്ളാഹുവിന്റെ നാമങ്ങളും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ ദാത്തിലേക്ക് മടങ്ങും. അത് ആ മടങ്ങുന്നത് അള്ളാഹുന്റെ ദാത്ത്, പരിശുദ്ധമായ ദാത്ത്. ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ശൈഖുമാരിൽ നിന്ന് ലഭിച്ചതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിൽ പങ്കു ചേർക്കുക, അതുപോലെ മറ്റൊരാൾക്കുണ്ട് എന്ന് പറയാം. സിഫാത്തിൽ നിന്ന് എന്തിനാ പറയാ? വിശേഷണങ്ങൾ അല്ലെ? വിശേഷണങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടംപോലെ വിശേഷണങ്ങളുണ്ട്. ദാത്ത് ഒന്നേ ഉണ്ടാവും, വിശേഷണങ്ങൾ കുറെ ഉണ്ടാവും. വിശേഷണങ്ങൾക്ക് സിഫാത്ത്. അപ്പൊ വിശേഷണങ്ങളിൽ പങ്കു ചേർക്കുക. അഫ്ആൽ എന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന് മറ്റുള്ള സൃഷ്ടികളെ സഹായിക്കൽ, അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന് മറ്റു പ്രവർത്തനം, അള്ളാഹുവിന്റെ സൃഷ്ടിക്കും. ഏത് പ്രവർത്തനമായാലും അള്ളാഹുവിന്റെ ഏത് പ്രവർത്തനമായാലും ആ പ്രവർത്തനത്തിൽ സൃഷ്ടികളെ പങ്കു ചേർക്കുക. അതുപോലെ അള്ളാഹുവിനെ പോലെ സൃഷ്ടികളെ മനസ്സിലാക്കുക. പിന്നെ അസ്മാകൾ, അള്ളാഹുവിന്റെ നാമങ്ങളിൽ അള്ളാഹുവിനെ പോലെയുള്ള നാമം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുക, അതുപോലെ വകവെച്ചു കൊടുക്കുക അല്ലെ? ആദ്യം പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന്റെ ദാത്തിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കുക. അള്ളാഹുവിന്റെ ദാത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനത്തെ ദാത്താണ് അള്ളാഹുവിന്റെ ദാത്ത്? സ്വയം നിലനിൽക്കുന്ന ദാത്താണ് അല്ലെ? എല്ലാവർക്കും അറിയാം. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ ഞാൻ പറയുന്നത്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ കിതാബുകളിലുള്ള അഖീദയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ രഹസ്യജ്ഞാനങ്ങളോ അസ്റാറുകളോ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളോ അല്ല. അള്ളാഹുവിന്റെ ദാത്ത് എങ്ങനെയായിരിക്കണം? സ്വയം നിലനിൽക്കുന്ന ദാത്തായിരിക്കണം. അതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ലാ ഹദ്ദ വലാ നിദ്ദ വലാ ളിദ്ദ വലാ മിസ്ല എന്നൊക്കെ പറയാറുണ്ട് കിതാബിൽ. ലാ ഹദ്ദ, അള്ളാഹുവിന്റെ ദാത്തിന് ഹദ്ദില്ല, പരിധിയില്ല. പരിധിയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ദാത്തിന് പരിധി, സൃഷ്ടിയുടെ ദാത്തിന് പരിധി ഉണ്ട്. ഒന്ന് എന്റെ ദാത്ത് ദാ ഇവിടുന്ന് ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ, മറ്റു ഭാഗത്ത് ഞാനില്ല. ഉദാഹരണമായിട്ട് അള്ളാഹു ഇവിടെ ഇല്ല എന്ന് പറയാം. അള്ളാഹിന്റെ ദാത്ത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ എവിടെയാണോ അവിടെ വെച്ച് പരിധി വന്നു, അത് കുഫ്റാണ്, മുഅ്തസിലയുടെ വിശ്വാസത്തിലേക്ക് പോകും. അള്ളാഹു എവിടെങ്കിലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഇല്ലായ്മ അള്ളാഹുവിലേക്ക് ചേർക്കലായി, ഒരു ന്യൂനത അള്ളാഹുവിലേക്ക് ചേർക്കലായി, അത് കുഫ്റാണ്. പിന്നെ ഖുർആൻ വരെ പരിചയപ്പെടുത്തി തന്ന അല്ലാഹു മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്, ഖുർആൻ പരിചയപ്പെടുത്തി തന്നതാണ്. ഖുർആൻ പറഞ്ഞ അത് അങ്ങനെ വിശ്വസിക്കുക. എങ്ങനെ? അതൊന്നും നമ്മൾ നോക്കണം. അള്ളാഹുവിന്റെ ദാത്ത് അത് അതിലേക്കൊന്നും നമ്മൾ നോക്കേണ്ട കാര്യം. അള്ളാഹുവിന്റെ ദാത്തിലേക്ക് ലാ തഫക്കറു ഫീ ദാത്തില്ല, ലാ തതഫക്കറു ഫീ ദാത്തില്ല വതഫക്കറു ഫീ സിഫാത്തില്ല കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹുവിന്റെ ദാത്തിലേക്ക് ചിന്തിക്കരുത്, അതിന്റെ സിഫാത്തിലേക്ക് ചിന്തിച്ചു. പറഞ്ഞു വരുന്ന അള്ളാഹുവിന്റെ ദാത്തിന് പരിധിയില്ല, ലാ ഹദ്ദ, പരിധിയില്ല. ഒരു സ്ഥലത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങ് പരിധി വന്നു. അള്ളാഹു എല്ലായിടത്തും. എങ്ങനെ? അള്ളാഹു അള്ളാഹിന്റെ റസൂൽ എങ്ങനെയാണോ പറഞ്ഞത്, അള്ളാഹു എങ്ങനെയാണോ അങ്ങനെയുണ്ട്, അങ്ങനെ വിശ്വസിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നബ്സമ്മയോട് ചോദിച്ചെന്ന് പറയണം, അള്ളാഹു എങ്ങനെയാണോ അങ്ങനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു.
അള്ളാഹു അവന്റെ ദാത്തിനോട് ബന്ധപ്പെട്ട അനുയോജ്യമായ രീതിയിൽ എന്നോടുകൂടെയുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. അള്ളാഹുവിന്റെ ദാത്തിന് അനുയോജ്യമായ രീതിയിൽ സുബ്ഹാനല്ലാഹ്, അവർ എത്ര പരിശുദ്ധ. ചുരുക്കം പറഞ്ഞാൽ അവന് ഹദ്ദില്ല, അവന് എതിരായി അവനെ പോലെ ഒരാളില്ല, മിഥിലില്ല, ലിദ്ദില്ല. അവനെതിരായി അവനെ പോലെ ഒരാൾ, അവനെതിരായി നിൽക്കാൻ ഒരാളില്ല. വലാ മിഥില, അവനെ പോലെ ഒരാളില്ല. മനസ്സിലാവുണ്ടോ? ഈ വിധത്തിലാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കി. ഇതൊക്കെ നമുക്ക് അറിയാം, എന്നാലും ഒന്നുകൂടി വിശദീകരിക്കണം മാത്രം. മറതി വന്നു പോലും, അറിയാതെ നമ്മൾ വന്നു പോകും. ഇത് പറഞ്ഞു വരുന്നത് ശിർക്കിനെ പറയുന്നിടത്താണ് നമ്മൾ. അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിൽ മറ്റുള്ളവർ പങ്കു ചേർക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാവും? അപ്പോ ഇതേപോലെ ഹദ്ദില്ലാത്ത, നിദ്ദില്ലാത്ത, ലുദ്ദില്ലാത്ത, മിഥിലില്ലാത്ത ഒരു ദാത്ത് മറ്റു സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതാർക്ക് മനസ്സിലാക്കിയാലും ശരി, മരിച്ചവർക്ക് മനസ്സിലാക്കിയാലും ശിർക്കാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് മനസ്സിലാക്കിയാലും ശിർക്കാണ്. അത് മനസ്സിലാക്കാൻ പറയും. ഇതുപോലെ ഒരു ദാത്ത് അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രം സ്വയം നിലനിൽക്കുന്നതും സർവസൃഷ്ടികളെ നിലനിർത്തിപ്പോരുന്നതുമായ ദാത്ത് അള്ളാഹുവിന്റെ മാത്രം. ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ ദാത്തിനെ മനസ്സിലാക്കുന്നത്. ഇത് കിതാബുകളിലൊക്കെ പറഞ്ഞതാണ്. ഇതിന് കൂടുതൽ വിശദീകരണങ്ങൾക്ക് ഷെയ്ഖുമാരുടെ അടുക്കൽ ചെന്നാൽ ഇത് എങ്ങനെയാണ് കൂടുതൽ വിശദീകരിച്ചത് എന്ന് മാത്രം. ഓക്കെ, അപ്പൊ അള്ളാഹുവിന്റെ ദാത്തിൽ മറ്റുള്ളവർ പങ്കു ചേർക്കരുത്, ഏകദേശം മനസ്സിലായി. അതുപോലെ നിങ്ങൾ പങ്കു ചേർക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ചേർക്കുന്നുണ്ടെങ്കിൽ അവർ മുശ്രിക്കുകൾ തന്നെയാണ്. അതായത് അള്ളാഹുവിന്റെ ദാത്തിനെ പോലെ റസൂലുള്ളാഹിനെ കരുതിയാലും ശിർക്ക് തന്നെയാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ ദാത്ത് പോലെ മുഹദ്ദിൻ ഷെയ്ഖിന് ദാത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ശിർക്ക് തന്നെയാണ്. ഇതുപോലെ ഏത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനായാലും, ഇനി ഇവിടെയുള്ള ഹൈന്ദവർ ആരാധിക്കുന്ന അയ്യപ്പർക്കായാലും, ശ്രീരാമൻക്കായാലും, ശ്രീകൃഷ്ണൻക്കായാലും, ഇനി അതിന്റെ വിഷ്ണു ആയാലും, ഏത് പണ്ടാറായാലും, ഗുരുവായൂരപ്പനായാലും എല്ലാവർക്കും എന്തുണ്ട്? ഇതുപോലെ അള്ളാഹുവിന്റെ ദാത്ത് പോലെ ഒരു ദാത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ശിർക്കാണ്. അടുത്തത്